സ്കൂൾ സമയമാറ്റം അടുത്ത വർഷം പരിഹരിക്കാമെന്ന ഉറപ്പ് നൽകിയിട്ടില്ല എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ സമസ്ത. മന്ത്രിയുടെ പുതിയ പ്രതികരണം സംഘടന ചർച്ച ചെയ്യുമെന്ന് സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ മൊയ്തീൻ ഫൈസി പുത്തനാഴി മീഡിയ വണിനോട് പറഞ്ഞു. ചർച്ചയിലെ ഭൂരിപക്ഷ അഭിപ്രായം സർക്കാർ തീരുമാനത്തിനൊപ്പമാണ് എന്ന മന്ത്രിയുടെ വാദം തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത വർഷം പരിഹരിക്കാമെന്ന മന്ത്രി ഉറപ്പ് നൽകിയെന്ന ചർച്ചയ്ക്ക് ശേഷം ഉമർ ഫൈസി മുക്കം പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം തള്ളിയത്. അത് മന്ത്രി അങ്ങനെയൊക്കെ തന്നെയുള്ളല്ലോ പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായങ്ങളാണ് എല്ലാം അവിടെ സമർപ്പിച്ചത്. മന്ത്രി ഞങ്ങളുടെ അഭിപ്രായം കേട്ടു. അദ്ദേഹത്തിന് ഈ വിദഗ്ധ സമിതിയുടെ ഒരു ഷെഡ്യൂൾ കോടതിയിൽ കൊടുത്തതിനനുസരിച്ച് ഞങ്ങൾക്ക് ഇക്കൊല്ലം അതേ പരിഗണിക്കാൻ കഴിയുള്ളൂ. അടുത്ത കൊല്ലം ചർച്ച ചെയ്ത് നമുക്ക് പരിഹരിക്കാം എന്ന് തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പരിഗണിക്കും എന്ന് തന്നെയാണ് മന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് തന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു അതിനുശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ തന്നെ മന്ത്രി ഇങ്ങനെ പറയുമ്പോൾ സംസ്ഥയുടെ പ്രതികരണം എന്താ? അത് മന്ത്രിയുടെ ആ ഒരു പ്രതികരണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ എനിക്ക് പറയാനുള്ളത്, മന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് സംസാരത്തിലൊക്കെ പല ഭാഗങ്ങളും അത് സൂക്ഷിക്കേണ്ടി വരും. പക്ഷെ സ്വകാര്യ ചർച്ചയിൽ ഞങ്ങൾക്ക് അദ്ദേഹം പോസിറ്റീവായിട്ടാണ് ഞങ്ങൾക്ക് അദ്ദേഹം ഞങ്ങളോടൊക്കെ സംസാരിച്ചതും കാര്യങ്ങളൊക്കെ പറഞ്ഞതും. നമുക്ക് ശുഭാപ്തി വിശ്വാസത്തിലാണുള്ളത്. ചർച്ച നല്ല പോസിറ്റീവായിട്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മന്ത്രി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്. ഈ പ്രാവശ്യം നമ്മൾ അരമണിക്കൂർ അവർ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് കാമണിക്കൂർ മുമ്പിലുള്ളതും കാമണിക്കൂർ പിന്നിലുള്ളതും അവസാനം 4 മണിക്ക് ശേഷമുള്ളതുമാണ് വർദ്ധിപ്പിച്ചത്. അത് ചില ഇടപാടുകൾ ഞങ്ങൾ നിർബന്ധമായതുകൊണ്ട് അങ്ങനെ ചെയ്തതാണെന്നും, എന്നാൽ ഈ പ്രാവശ്യം അത് ഇംപ്ലിമെന്റ് ചെയ്തതുകൊണ്ട് നമ്മൾ ഈ കൊല്ലം അങ്ങനെ പോകാൻ ഞങ്ങൾക്ക് നിങ്ങൾ സാവകാശം തരണമെന്നും, അടുത്ത വർഷം അതിന് നമുക്ക് എന്താക്കാം മാറ്റവും പരിഹാരവും ഒക്കെ ഉണ്ടാക്കാം എന്നുള്ള ഉറപ്പ് മന്ത്രി നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു വിശ്വാസം നമ്മൾ ഇറങ്ങിയതാണ്. പങ്കെടുത്ത സംഘടനകളെ ബോധ്യപ്പെടുത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. വേണ്ടി വന്നാൽ അടുത്ത അക്കാഡമിക് ഇയറിൽ പരാതികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നൽകിയാൽ ആ സമയത്ത് അപ്പോൾ നമുക്ക് അന്നത്തെ സാഹചര്യം വെച്ച് നമുക്ക് പരിശോധിക്കുമെന്ന് പറയുമ്പോൾ കോടതി വിധിയുണ്ട്, നിയമങ്ങളുടെ ഭേദഗതിയുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം കൂടെ അടുത്ത വർഷം പരിശോധിക്കുന്നതിൽ ഗവൺമെന്റിന് ഒരു വ്യത്യസ്തമായ അഭിപ്രായമില്ല. പക്ഷേ ഇപ്പോൾ എടുത്ത തീരുമാനവുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇല്ല അങ്ങനെയൊന്നും ഉറപ്പുകൊടുത്തിട്ടില്ല. അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു. ഇതിലിപ്പോൾ അങ്ങനെ അവരെ ഉത്കണ്ഠപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. 15 മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ. അതിലൊന്നും വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. സഫാൻ വി പി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സഫാൻ, അപ്പോൾ നിലവിലുള്ള തീരുമാനം ഇങ്ങനെ തന്നെ പോകട്ടെ എന്നുള്ള നിലപാടിൽ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് എത്തിയിരിക്കുന്നത്. സമസ്തയുടെ നിലപാട് എന്താണ്? അവർ അംഗീകരിക്കുന്നുണ്ടോ ഇക്കാര്യം? അമൃത, 2 ഘട്ടത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ ഇങ്ങനെ ഒരു ചർച്ച, സമയമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടത്തുന്നത്. ആദ്യം 3:30 ചർച്ച സമസ്ത നേതാക്കളുമായിട്ട് പ്രത്യേകമായൊരു ചർച്ച നടത്തുന്നു. അതിനുശേഷമാണ് സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളുമായൊക്കെ ചേർന്നുള്ള ചർച്ച നടത്തുന്നത്. ഈ ചർച്ചയിലും സമസ്ത പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. ഈ ചർച്ചയ്ക്ക് ശേഷം സമസ്ത നേതാക്കളായ ഉമർ ഫൈസി മുക്കം അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത് ഇത് ഒരു സമവായത്തിലേക്ക് എത്തി. ഈ വർഷം ഏതായാലും ഈ സമയമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കുകയാണ്. അടുത്ത വർഷം കൃത്യമായി ഈ തീരുമാനത്തിൽ, അതായത് ഈ തങ്ങളുടെ ആവശ്യം പരിഗണിക്കാം എന്നുള്ള ഉറപ്പ് മന്ത്രി നൽകിയിട്ടുണ്ട് എന്നാണ് ഇരു സമസ്ത നേതാക്കളും, ആദ്യം EK സമസ്ത നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടു, പിന്നെ AP സമസ്ത നേതാക്കളും മാധ്യമങ്ങൾ കണ്ടു, ഇരു സമസ്ത നേതാക്കളും പറഞ്ഞത്. ഇതിനിടയിലാണ് മന്ത്രി V ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നതും അങ്ങനെ ഒരു ഉറപ്പ് നൽകിയിട്ടില്ല എന്നും ഭൂരിപക്ഷ അഭിപ്രായം, ഈ ചർച്ചയിലെ ഭൂരിപക്ഷ അഭിപ്രായം സർക്കാർ തീരുമാനത്തിനൊപ്പമാണെന്നും പറയുന്നത്. സർക്കാർ എന്തായാലും ഈ തീരുമാനത്തിനോടൊപ്പം പോവുകയാണ്. അതോടൊപ്പം തന്നെ അടുത്ത വർഷം ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കപ്പെടും. അങ്ങനെ സ്വീകരിക്കപ്പെട്ടാലും ഇത് കോടതിയിലൊക്കെ മുന്നിൽ വരുന്ന കാര്യമാണെന്നുള്ള ഒരു മറുപടി തരുന്നത്. ഇതേ തുടർന്നാണ് നമ്മൾ വീണ്ടും സമസ്ത നേതാക്കളുടെ പ്രതികരണം എടുക്കുന്നത്. അപ്പോൾ അവരോട് സമസ്തയോട് മന്ത്രി പറഞ്ഞ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. തങ്ങളുമായി നടത്തിയ സ്വകാര്യ
ചർച്ച, അല്ലെങ്കിൽ ഈ മാനേജ്മെന്റ് പ്രതിനിധികളുമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ ചർച്ചയിൽ കൃത്യമായി തങ്ങൾക്ക് അടുത്ത വർഷം ഈ സമയമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഉറപ്പ് നൽകാമെന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞത്. പിന്നീട് വാർത്താ സമ്മേളനത്തിൽ എന്താണ് മന്ത്രി അങ്ങനെ പറഞ്ഞത് എന്നതിനെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ല എന്നുള്ള ഒരു കാര്യമാണ് സമസ്ത നേതാക്കൾ പ്രതികരിച്ചത്. മന്ത്രി എന്ന നിലയിൽ മന്ത്രിക്ക് പൊതുവായ ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ തങ്ങളോട് മീറ്റിംഗിൽ പറഞ്ഞ കാര്യങ്ങൾ പറയേണ്ടിയിരിക്കില്ല. പക്ഷെ തങ്ങൾക്ക് ഇത്തരത്തിലൊരു നിലപാട് ഇത്തരത്തിലൊരു ഉറപ്പ് തന്നിരുന്നു എന്നാണ് സമസ്ത നേതാക്കൾ മീഡിയ വണ്ണിനോട് പ്രതികരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് സമസ്ത ഈ സമരവുമായി ബന്ധപ്പെട്ടൊക്കെ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ കാര്യങ്ങളൊക്കെ, ഇതിന്റെ തുടർ നടപടികൾ എന്താവുമോ എന്നുള്ള നമ്മുടെ ചോദ്യത്തിനും ഇത് സംഘടനാ തലത്തിൽ തീരുമാനമെടുത്ത് നടപ്പാക്കുമെന്നുള്ളൊരു മറുപടിയാണ് സമസ്ത നേതാക്കളിൽ നിന്നുണ്ടായത്.